ഹായ്. അപ്പോൾ പണി കഴിഞ്ഞ് വന്ന് മിനിയാന്ന് വൈകുന്നേരം പിടിച്ച വീഡിയോ ആണ് കേട്ടോ. വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞ് ഇൻട്രോയൊക്കെ എടുത്തു. അതെല്ലാം കഴിഞ്ഞിട്ട് പോയി മേല് കഴുകി വന്ന വീഡിയോ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം നോക്കുമ്പോൾ കഴിഞ്ഞ് ഇൻട്രോ പറഞ്ഞ വീഡിയോ ഒന്നും കാണാനില്ല കേട്ടോ. അപ്പോൾ വരുന്ന വഴി മീൻ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്തു മീൻ കറി വെക്കുന്നതും വറക്കുന്നതും എല്ലാം വീഡിയോ പിടിക്കാമെന്നൊക്കെ ഓർത്തു കേട്ടോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ അന്ന് വണ്ടി കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഞങ്ങൾ നടന്ന് പിന്നെ ഓട്ടോറിക്ഷ വിളിച്ചു. താഴെ കയറ്റം കയറിയാൽ 70 രൂപ, കയറ്റത്തിന് താഴെ നിർത്തിയാൽ 60 രൂപ. എന്തായാലും വേണ്ടില്ല, 10 രൂപയാണ് 10 രൂപ ലാഭം കിട്ടട്ടെ എന്ന് വെച്ചിട്ട് കയറ്റത്തിന് താഴെ ഇറങ്ങി നടന്ന് പോരുകയാട്ടോ ചെയ്തത്. അങ്ങനെ പിന്നെയെന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം ഭയങ്കരമായിട്ട് ടയേർഡ്. അന്നത്തെ ദിവസം മാത്രമല്ല, ഇന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ വീഡിയോ കൊടുക്കുന്നത്. ബാങ്കുകളൊക്കെ നമ്മളിങ്ങനെ കയറി ഇറങ്ങുന്നുണ്ട്. നമുക്കൊരു വലിയൊരു ലോൺ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു രീതിയിലുള്ള ലോൺ എടുക്കാനാണെങ്കിൽ നമുക്ക് സ്ഥലത്തിൻ്റെയൊക്കെ പരിമിതി ഉണ്ടല്ലോ. 5 സെൻറ്റ് സ്ഥലമല്ലേ ഉള്ളൂ. അപ്പോൾ അതിനൊരു നിശ്ചിത നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു ലോണൊന്നും നമുക്ക് കിട്ടില്ലല്ലോ. അപ്പം അങ്ങനെ ലോണും ചോദിച്ച് കുറേ കടകളിലൊക്കെ പണിക്കിടയിൽ കിട്ടുന്ന സമയത്തൊക്കെ പോയി. പക്ഷെ അത് നടന്നിട്ടില്ല. അങ്ങനെ പിന്നെ മൊത്തത്തിൽ എന്താ പറയുക, ആകെ ഒരു ഇതായിട്ട് നമ്മളിങ്ങനെ വന്നത്. അത് കൂടെ വണ്ടിയും കംപ്ലൈൻ്റായി. വണ്ടിയൊക്കെ നമ്മളിപ്പോൾ ഒന്ന് മാറ്റിയെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ പറ്റുന്ന ഒരവസ്ഥയേ അല്ല കേട്ടോ. അപ്പോൾ ആ ഒരവസ്ഥയായതുകൊണ്ട് അവനോട് വർക്ക്ഷോപ്പിലെ അവനാണത് എൻ്റെ വണ്ടി കൊണ്ടുപോയി കള്ള് കച്ചവടത്തിന് കൊണ്ടുപോയി മാറിയത്. അപ്പം അവൻ പകരം തന്ന വണ്ടിയാണ്. പക്ഷെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വണ്ടിയേ അല്ല കേട്ടോ അവൻ തന്നത്. ഞാൻ അവൻ്റെ അടുത്ത് പറയാവുന്ന ഭാഷയിലെല്ലാം ഞാൻ പറഞ്ഞു. ഇന്നും അതുപോലെ തന്നെയാണ്. ഞാൻ പോരുന്ന വഴി വണ്ടി നിന്ന് പോയി. അവിടെ ഇട്ടിട്ട് പോരുക കേട്ടോ അവസാനം ചെയ്യുന്നുള്ളൂ. അപ്പം ഇപ്പം അവൻ പറയുന്നത് ബുധനാഴ്ചയാകുമ്പോൾ വണ്ടി വേറെ മാറ്റിത്തരാമെന്നൊക്കെയാണ് അവൻ പറയണത്. ഇതുവരെ ഒരു തീരുമാനമൊന്നും ആയില്ല. ഞാൻ ഓർത്ത് ഇനി ആരെങ്കിലും പുറത്തുനിന്ന് എന്നോട് താഴത്തെ വീട്ടിലെ ചേട്ടൻ അവരൊക്കെ എന്നോട് പറഞ്ഞു കേട്ടോ, നിങ്ങൾ ആരോടെങ്കിലും കാര്യമായിട്ട് സംസാരിക്കുകയോ ചേച്ചി എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ, ആരെങ്കിലും കൂട്ടി പോയിട്ട് പഞ്ചായത്താക്കാനൊക്കെ പറയുന്നുണ്ട്. ഞാനിങ്ങനെ ഒറ്റയ്ക്ക് എങ്ങനെയാണെന്ന് ഓർത്തിട്ട് ഇങ്ങനെ നിന്നത്. ഇനിയിപ്പോൾ എന്തായാലും വേണ്ടില്ല, തീരുമാനമാക്കണം എന്ന് തന്നെയാണ് എൻ്റെയും ഒരു തീരുമാനം കേട്ടോ. മടുത്തു മനുഷ്യന് എല്ലാം കൊണ്ടും നമ്മൾ അവസ്ഥ ഇങ്ങനെ മോശമായി വരുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു സിറ്റുവേഷനാണല്ലോ. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ബാങ്കിലൊന്നും കയറി ഇറങ്ങി അതും കാര്യങ്ങളൊന്നും നടന്നില്ല. പിന്നെ എന്തായാലും വേണ്ടില്ല, അങ്ങനെ പോന്നു. ലോൺ എന്തെങ്കിലും കിട്ടിയാലേ നമുക്കിനി വീട് പണീൻ്റെ കാര്യത്തിലൊരു എന്തെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു നടത്തമാണ് കേട്ടോ. നടക്കുന്ന വാതിലുകളൊന്നും മുട്ടുന്നതിന് തുറക്കപ്പെടുന്നതാണ്. പക്ഷെ മുട്ടുന്ന വാതിലുകളൊന്നും തുറക്കുന്നില്ല. പിന്നെ ഒക്കത്തിനൊരു സമയമുണ്ട്. സമയമാകുമ്പോൾ ഒക്കെ ശരിയാവുമായിരിക്കും. അങ്ങനെ സത്യം പറഞ്ഞാൽ മൊത്തത്തിലൊരു മാനസികാവസ്ഥ റെഡിയല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുത്ത് വെച്ച ഒന്നും ഗാലറി കാണുന്നില്ല കേട്ടോ. ഞാൻ മീനൊക്കെ എന്താ പറയുക നന്നാക്കി. അപ്പോൾ അതിനിടയിൽ ആദ്യകൂട്ടനും മോനൂസിനും പഠിക്കാനുള്ള അവരെ പഠിക്കാൻ പറഞ്ഞ് അവരുടെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ അവർ സ്വന്തം ഇരുന്ന് എഴുതുകയോ വായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനിവിടെ ക്യാമറ ഓണാക്കി വെച്ചെന്നുള്ള ഓർമ്മയിൽ ഞാൻ മീൻ വേറെ ഒന്നും അന്ന് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഉള്ള കാര്യം പറയാൻ, ചോറുണ്ട്, കറിയും വെച്ചു, മീൻ വറുക്കുകയും ചെയ്തു. അത്രയും ചെയ്തിട്ടുള്ളൂ കേട്ടോ. നമുക്ക് മൊത്തത്തിൽ നമ്മളങ്ങോട്ട് എന്ത് ചെയ്യുന്നു, മുന്നിലൊരു വഴി കാണാതിരിക്കുമ്പോൾ നമ്മൾ ആകെപ്പാട് അസ്വസ്ഥ ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഇന്നിപ്പം കുറച്ച് കാര്യം ഇന്ന് വണ്ടി ഇല്ലെങ്കിലും ഞാനിവിടെ നടന്നൊക്കെ പോയിട്ടോ. അതിലൊക്കെ പോയി അന്വേഷിച്ചൊക്കെ നോക്കി. ഇതുവരെ തീരുമാനമൊന്നും ആയിട്ടില്ല നമുക്ക്. അങ്ങനെ അപ്പോൾ അങ്ങനെ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ഇതാ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് വെച്ച് എന്നിട്ട് നോക്കുമ്പോഴാണ് വീഡിയോ ഇല്ല. പിന്നെ പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോ ആണ്. അപ്പം എല്ലാം ആയിട്ടോ. ഇന്നലെ രാത്രി മീൻ കറി വറക്കുന്നോട്ട് പിടിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ അവ വരുന്നു കൂടു. പക്ഷെ മറന്നുപോയെന്നല്ല, ക്യാമറ ഓണാന്ന് ഞാൻ വിചാരിച്ചു. അത് ഓഫായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി മീൻ വറുക്കുന്നത് ഉണ്ടോ എന്നുള്ളത് ഇനി നോക്കിയാൽ അറിയാം, മീൻ കറി വെക്കുന്നതൊക്കെ. അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടല്ലോ ചായക്കടി എന്താന്ന് കാണിച്ചു തരാം. അതാ അപ്പോഴേ രാവിലത്തെ ചായക്കടി എന്തൊക്കെയാ, ചായക്ക് വേറെ ഒന്നും ഉണ്ടാക്കിയില്ല. ഇന്ന് ഉണ്ട കേട്ടോ. ഉണ്ട. അപ്പം ഞങ്ങൾ എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞു. ഇനി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ എടുത്തിട്ട് പോകും കേട്ടോ. പാത്രം നിറയെ എടുക്കുന്ന ഞങ്ങൾ 3-4 പേരുണ്ട്. എല്ലാവരും കൂടി ഒറ്റ ഇരുത്തത്തിന് ഞങ്ങൾ കഴിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ടുണ്ട്. പിന്നെ എന്താണെന്നറിയോ, പിന്നെ ഉണ്ടാക്കി കാണിക്കുന്നു. ഇതാ ചേമ്പും താളല്ല,
ചെറുപയറും വാഴച്ചുണ്ടും നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. രസമുണ്ടോ നോക്കൂടൂ, നോക്കൂ, നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല പാകത്തിനായി കിട്ടുകയും ചെയ്തു. അപ്പം ഇന്നിത് ഉണ്ടാക്കുന്നൊന്നും വീഡിയോ പിടിക്കാൻ പറ്റില്ല, കാരണം രാത്രി ഫോണ് കുത്തിയിട്ടില്ലായിരുന്നു. കുത്തിയിട്ടു, സ്വിച്ച് ഓൺ ആക്കിയില്ല. വേണം കൂടുതന്. അപ്പോൾ സ്വിച്ച് ഓൺ ആക്കാത്തതുകൊണ്ട് ഇളക്കണ്ട കേട്ടോ, ഞാൻ സ്വിച്ച് ഓൺ ആക്കാത്തതുകൊണ്ട് ചാർജ് കയറിയില്ല. അതുകൊണ്ട് ഇന്ന് ചാർജ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നൊന്നും വീഡിയോ പിടിച്ചില്ല കേട്ടോ. അപ്പം ഇനി ഞങ്ങൾ ചായ കുടിക്കട്ടെ. ചോറായി, കറിയായി, തോരനായി, മീൻകറി ഉണ്ട് ഇന്നലത്തെ. നമുക്ക് ചായ കുടിക്കാൻ പോയാൽ അതി ഇതാ മുത്താറി, ഇതാട്ടോ മുത്താറി 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 വെള്ളം പോലെ പോലെ ചാടിക്കേ കട്ടെ. ഇത് നോക്കടാ, ഇവനില്ലേ എന്ത് സാധനം തിന്നുകയാണെങ്കിൽ തേൻ വേണം. ഇപ്പൊ ഉണ്ടയ്ക്ക് തേന്, ഉണ്ടേന്റെ ഉള്ളിൽ മധുരം ഉണ്ട്. എന്നിട്ട് പറയാണേ ഉണ്ടേല് തേന് തേന് വെക്ക. ഇതാ ഉണ്ടേല് തേന് വെക്കാണ്. ആദ്യക്കൂട്ടനെ കാണുന്നില്ല എന്നുള്ളൊരു വിഷമത്തിൽ ആദ്യക്കൂട്ടൻ സെൽഫി ആക്കി പിടിച്ചാട്ടോ. പിടിച്ചോ, പോയി തിന്നോ, വേഗം പോവാ. കുടു ഒരുപാട് തേൻ തിന്നാൻ പറ്റൂല കുടു, ആവശ്യത്തിന് മതി മതി മതി. നടക്ക്, ചാടിക്കാം. ആദ്യം എന്താ തിന്നുന്നത്? ആദ്യം കാണിച്ച് നോക്കട്ടെ. പൊങ്ങുണ്ടായിരുന്നു, പൊങ്ങ് ഇങ്ങനെയായില്ലേ, പൊങ്ങും ഉണ്ടെന്ന്. ഓ അമ്മ വരുവാ, അമ്മ വരുവാ, കൊടുത്തുന്നു. അമ്മ വരുവാ, കുഞ്ഞു തിന്നു. ആ വരുവാന്നേ, മോനിച്ചിരുന്നോ. വരുവാടാ. നയവനെ കാലം കത്ത് വെച്ചാനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ വരവേ മാറിപ്പോയി എന്നാക്കും വിട്ട് നീലേ ഇരകൾ സത്തി വരും രാജാവിക്ക് എല്ലാവരും തുല്ല് ഇവനെ തൊടുവാഴ എന്നതും തിരക്ക് ഇവനെ പടച്ചെന്ന് കാപ്പട വരുമ്പ 10 ൽ 10 താന തനന താന തനന താന തനന 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 എല്ലാം മിനാണ്ടി ഇനി കൊടു പാടുവോ? പാടടോ, അടിപൊളി. നീ വേഗം തിന്നോടി. മേ എടത്ത് ഉണ്ട 3 കൊടു. 8:30 വേഗം വേഗം. കുടു ഇറങ്ങണ്ട കുടു. കുടുവേ എന്ത് കാണിക്കാടാ?
അങ്ങനെ കിട്ടൂല അത്. അതിൻ്റെ കാലിനൊക്കെ ഭയങ്കര മുറിഞ്ചായിട്ട് ക്ഷമമായ ആ സൈഡിലോട്ട് നിർത്തിക്കോ അമ്മ. കൂടുവേ ഇങ്ങോട്ട് പോടാ. കണ്ടില്ലേ കളിയായിരുന്നു കേട്ടോ. അവസാനം വണ്ടി അവിടെ ഇട്ടിട്ട് പോരുകയാണ് ചെയ്തത്. റോഡ് സൈഡിൽ അവിടെ നിർത്തുകയാണ് ചെയ്തത്. ഇങ്ങനെ ആയിട്ട് കുറേ ദിവസമായിട്ടോ. ഞാൻ എന്നും പിന്നെ നമ്മൾ എന്താ പറയുക, എന്നും അത് ശീലമായ കാരണം എന്നൊക്കെ പറയില്ല, അതുപോലെ ഉന്തിയൊക്കെ ഇങ്ങനെ സ്റ്റാർട്ടാക്കി കുറേ കാലുകൊണ്ട് തുഴഞ്ഞ് അങ്ങനെയൊക്കെ അങ്ങ് പോരലാണ്. പിന്നെ ഏതായാലും വേണ്ടില്ല, അന്ന് താഴത്തെ വീട്ടിലെ ഏട്ടൻ നമ്മളെ ജോലി സ്ഥലത്തിന് അടുത്ത് തന്നെയാണ് കേട്ടോ. ഇത് തലേ ദിവസമാണ് ആ വണ്ടി സ്റ്റാർട്ടാവാതെ പിടിച്ചു വെച്ചത്. കാരണം നമ്മൾ പോണ വഴിക്കൽ അവിടെ വണ്ടി ഇട്ടിട്ട് പോവുകയാണ് ചെയ്തത്. പിന്നെ വണ്ടി എടുത്തില്ല. അപ്പോൾ പിന്നെ താഴത്തെ ഏട്ടൻ പോവുകയാണ്. ആ താഴത്തു നിന്ന് അമ്മ വിളിച്ച് പോയിരുന്നാൽ നിങ്ങൾ ഓട്ടോറിക്ഷ വിളിക്കേണ്ട, അതുപോലെ കൂടെ പോയിക്കോ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, വേഗം ഓസിക്ക് രക്ഷപ്പെട്ടല്ലോ എന്നും പറഞ്ഞ് കയറി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ എന്താ പറയുക, അന്ന് ഓട്ടോറിക്ഷ വിളിക്കാതെ രക്ഷപ്പെട്ടു. അതുപോലെ നമ്മളെ സ്ഥാപനത്തിന് നേരെ മുന്നിൽ തന്നെയാണ് കേട്ടോ, കുടഞ്ഞിലെ പൊല്യൂഷൻ്റെ നേരെ മുന്നിൽ തന്നെയാണ് സർവീസ് സ്റ്റേഷൻ. ഇവർക്ക് അവിടെ സ്ഥാപനം ഉണ്ട് കേട്ടോ, സർവീസ് സ്റ്റേഷനും അതുപോലെ തന്നെ പെയിൻറ്റിങ്ങൊക്കെയാണ്, കാർ പെയിൻറ്റിങ്ങൊക്കെ ആയിട്ട്. അപ്പോൾ അവർ അങ്ങോട്ട് ജോലി സ്ഥലത്തേക്ക് വരുന്ന സമയം തന്നെ ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ അന്നത്തെ ദിവസം രാവിലെ രക്ഷപ്പെട്ടു കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഞാൻ പിടിച്ചു വെച്ചതാണ്. വണ്ടിയും കൊണ്ട് ഞാനും മക്കളും ഇങ്ങനെയാണ് കുറേ ദിവസങ്ങളല്ല, ആ വണ്ടി തന്നതിന് ശേഷം മിക്കവാറും എന്നും തന്നെ അങ്ങനെ തന്നെയാണ് കേട്ടോ. ആ വീട്ടിൽ നിന്ന് ഒരിക്കലും സ്റ്റാർട്ടാക്കിയിട്ട് എടുത്ത് പോന്നിട്ടില്ല. ഇറക്കം ഇങ്ങനെ ഇറങ്ങിപ്പോരും, പിന്നെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് സ്റ്റാർട്ടായി കിട്ടലാണ്. അങ്ങനെ എന്തായാലും വേണ്ടില്ല, എന്തോ ഒരവസ്ഥ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ ഓസിക്ക് കാറിലൊക്കെ കയറി. കുടുവിനൊക്കെ ഭയങ്കര സന്തോഷം ചെയ്തിട്ടോ കാറിൽ കുടുവിനും. അപ്പോൾ അതിനെ മുനുസിനെ സ്കൂളിൻ്റെ അവിടെ ഇറക്കിയിട്ട് ഞങ്ങൾ നേരെ കടലിന് മുന്നേ വന്ന് ഇറങ്ങിയിട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുടുവിനെ അംഗനവാടിയിലേക്ക് ആക്കണമെങ്കിൽ അംഗനവാടിയിലേക്ക് ഒരു 60-70 രൂപ ഓട്ടോ വിളിക്കണേ. തലേ ദിവസമൊക്കെ ഞാൻ ഓട്ടോറിക്ഷ വിളിക്കുക ചെയ്തത്. അപ്പോൾ പിന്നെ അന്ന് എന്ത് ചെയ്തു, നടന്ന് പോകാമെന്ന് വെച്ചു. എന്നിട്ട് നമ്മളെ കടേൻ്റെ മുന്നിൽ നിന്ന് കുറച്ച് ദൂരം നടന്നാൽ കുടുവിൻ്റെ കൂട്ടുകാരുണ്ട് കേട്ടോ, കിച്ചുവും ആയിഷും ഉണ്ട്. അപ്പോൾ അവരെ കൂടെ വിടാമെന്ന് ഓർത്തിട്ട് അവരെ വീടിൻ്റെ അടുത്ത് നടന്നു ഞങ്ങൾ. അപ്പോൾ എന്താ വെച്ചാൽ അവരുടെ അടുത്ത് എത്തുന്നോടം വരെ മക്കളെയൊക്കെ നിർത്തി വീഡിയോ പിടിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഈ ഇതാണ് അവസ്ഥ, എല്ലാം കൊണ്ട് മറവി ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ അവരങ്ങ് പോയി നീങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അയ്യടാ ഞാൻ വീഡിയോ പിടിച്ചിട്ടില്ലല്ലോ എന്ന് ഓർത്തത് കേട്ടോ. അപ്പോൾ ഇന്നേക്ക് ഇത്രേ ഉള്ളൂ. ബൈ.